വിശദമായ വാർത്തകളിലേക്ക്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ഇടുക്കി കല്ലാർ വട്ടിയാർ മേഖല. കഴിഞ്ഞ 2 ആഴ്ചയായി തുടരുന്ന കാട്ടാന ആക്രമണത്തിൽ കല്ലാർ സെന്റ് ജൂഡ് പള്ളി ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ ഏലത്തോട്ടം വ്യാപകമായി നശിച്ചു. ജീവനും സ്വത്തിനും ഭീഷണിയായി വ്യവഹരിക്കുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർക്കും DFOയ്ക്കും പരാതി നൽകിയതായും ഇടവക വികാരി ഫാദർ ടിജോ മറ്റപ്പള്ളിൽ പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിവിധയിടങ്ങളിലായി കാട്ടാനയുടെ ആക്രമണം വർദ്ധിക്കുന്നതിന് യാതൊരു പരിഹാരവുമില്ല. കഴിഞ്ഞ 2 ആഴ്ചയായി കല്ലാർ വട്ടിയാർ മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് കാട്ടാനാക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. കല്ലാർ സെന്റ് ജൂഡ് പള്ളി ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടം വ്യാപകമായി കാട്ടാനാക്രമണത്തിൽ നശിച്ച നിലയിലാണ്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കറോളം വരുന്ന ഏലകൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. 75,000-ഓളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും കാട്ടാന പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർക്കും DFOയ്ക്കും പരാതി നൽകിയിരുന്നു. ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാനായിട്ടുള്ള സാഹചര്യമില്ല. ഇന്നലെ തന്നെ വട്ടയാർ മേഖലയിൽ കാട്ടാന രാത്രി ഇറങ്ങിയായിരുന്നു. വ്യാപകമായിട്ടുള്ള കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീവന് ഭീഷണിയാണ്. ആൾക്കാർക്ക് പുറത്തിറങ്ങുവാനായിട്ടുള്ള സാഹചര്യമില്ല. കാരണം ഭയത്തോടുകൂടിയാണ് ആളുകൾ ഇവിടെ കഴിയുന്നത്. കാരണം അത്രയേറെ ശല്യം കാട്ടാനയുടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മേലധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സംഭവം ദേവികുളം സബ് കളക്ടറുടെയും DFOയുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വേണ്ട നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കൃഷി ചെയ്ത് ഉപജീവനമാർഗം നടത്തുന്നവരാണ് കല്ലാർ വട്ടിയാർ മേഖലയിലുള്ളവരിൽ ഭൂരിഭാഗവും. നാളുകളായി അധ്വാനിച്ചും പരിപാലിച്ചും നോക്കുന്ന ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നിമിഷനേരം കൊണ്ടാണ് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി കല്ലാർ വട്ടിയാർ മേഖലയിൽ ഇതേ സ്ഥിതി തുടരുകയാണ്. കൃഷിയിടങ്ങൾ നശിപ്പിച്ച് ഉപജീവനമാർഗം ഇല്ലാതാക്കുകയും ജീവനും സ്വത്തിനും ഭീഷണിയായി കാട്ടാനാക്രമണം തുടരുന്നതിനും ശാശ്വത പരിഹാരം കാണണമെന്ന് ഫാദർ ടിജോ മാറ്റപ്പള്ളിയിൽ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.